പമ്പയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. പാണ്ടനാട്, തിരുവൻവണ്ടൂർ, ബുധനൂർ വില്ലേജുകൾ വെള്ളത്തിലായി. ക്യാമ്പുകളിൽ വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റുന്നു. കുട്ടനാട്ടിലും വെള്ളം ഉയരുന്നുണ്ട്. മുട്ടാർ, രാമങ്കരി, ചമ്പക്കുളം തുടങ്ങിയ പഞ്ചായത്തുകളിൽ ജനജീവിതം ദുരിതത്തിലാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കുട്ടനാടിൽ നിന്നുള്ള ഈ പുറത്തുവരുന്ന വാർത്തകൾ. പമ്പയിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ ജലനിരപ്പ് കുട്ടനാടിന്റെ പല മേഖലകളിലും വീണ്ടും പാണ്ടനാട് പോലെയുള്ള മേഖലകൾ, തിരുവൻവണ്ടൂർ പോലെയുള്ള മേഖലകൾ എന്നിവയിലൊക്കെ കൂടുതൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. സുധീഷ്. പ്രജിത്ത്, ഇപ്പോൾ കുട്ടനാടിനെ സംബന്ധിച്ചു അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖല, അതായത് ചെങ്ങന്നൂർ ഭാഗം, അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാട്, ഈ മേഖലയിലൊക്കെ തന്നെ ശക്തമായ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണുള്ളത്. അത് വലിയ രീതിയിൽ ഒരു പ്രളയ ദുരിതം സൃഷ്ടിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കിഴക്കൻ മേഖല നോക്കുമ്പോൾ ചെങ്ങന്നൂരിൽ പാണ്ടനാട്, തിരുവൻവണ്ടൂർ, ബുധനൂർ പഞ്ചായത്തുകൾ വെള്ളം കയറി. അവിടെ നിന്നും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ജനങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിക്കുകയാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയ ആ ക്യാമ്പിൽ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അവരെയും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ AC റോഡിൽ, അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ മുട്ടാറ്, രാമങ്കരി, ചമ്പക്കുളം ഭാഗങ്ങളിലെ കുട്ടനാടൻ ഗ്രാമങ്ങളാണ്. അവിടെയും വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രളയ സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോഴും പമ്പയിലും സന്നിധാനത്തും എല്ലാം മഴ തുടരുന്നു. പമ്പയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. മൂഴിയാർ ഡാം അടക്കം തുറക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇനിയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതൽ ശക്തമായി കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് എത്തും. അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖലയിലും അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാട് മേഖലയിലും ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് കണ്ട് അടിയന്തരമായി തന്നെ കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും വലിയ ഒരു പഴയ 2018 മഹാപ്രളയത്തിലോ ഇല്ല 2019 അതിലും കുറവെങ്കിൽ പോലും വലിയ രീതിയിൽ നാശം വിതച്ച 2019 പ്രളയത്തിലെയോ പോലെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അടിയന്തരമായി തുടങ്ങേണ്ടതുണ്ട്. അല്പം വൈകിയെങ്കിൽ പോലും ഇനിയെങ്കിലും അത് അടിയന്തരമായി കൃത്യമായി നടത്തിയില്ലെങ്കിൽ കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖല വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായി തുടരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, തീരദേശ മേഖലയിലും കടൽക്ഷോഭവും രൂക്ഷമാണ്. അത് വലിയ രീതിയിൽ ഈ മേഖലകളിലെ എല്ലാം പ്രളയ ദുരിതം ഒഴിയുന്നതിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. കാരണം പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ നിന്നുള്ള വെള്ളം ഏറ്റവും പ്രധാനമായും അറബിക്കടലിലേക്ക് ഒഴുകി മാറുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ്. അവിടെ ഇത് കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുമ്പോൾ ആ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയുള്ള നീരൊഴുക്ക് കുറയുകയും അത് വലിയ രീതിയിൽ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം പമ്പയാറ്റിലും മറ്റും കെട്ടി നിൽക്കാനും അറബിക്കടലിലേക്കുള്ള സുധീഷ് കുമാർ, അവിടെ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി, സംശയമായി. കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള മിഥുൻ മുരളി അവിടെ നാട്ടുകാരുടെ പ്രതികരണം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു കൃത്യമായി, അതായത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുള്ള നീരൊഴുക്ക് ഒഴുകി മാറുന്ന ജലം വളരെ കുറവാണ്. മണിക്കൂറുകൾ കൊണ്ട് ഒഴുകി മാറേണ്ട ജലമാണ് യഥാർത്ഥത്തിൽ ഈ സ്പിൽവേ തുറക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് ഇത് ദിവസങ്ങൾ എടുക്കുമെന്നുള്ളതായിരുന്നു അന്ന് ആ നാട്ടുകാരൻ നമ്മോട് പ്രതികരിച്ചത്. അതിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ സ്പിൽവേക്ക് ശേഷമുള്ള ഭാഗത്ത് ക്ലിയർ ചെയ്തിട്ടില്ല, കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലൂടെ ഈ പ്രളയജലം ഒഴുകിപ്പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നുണ്ടോ സുധീഷ്? As the water level in the holy Pamba river is rising rapidly. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ നിന്നുള്ള വെള്ളം ഏറ്റവും പ്രധാനമായി ഒഴുകിപ്പോകുന്ന തോട്ടപ്പള്ളി കഴിഞ്ഞ അന്ധകാരനഴിയിലൂടെയും പിന്നെ തണ്ണീർമുക്കം ബണ്ട് വഴിയുമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴി വന്നാൽ പോലും വീണ്ടും ഇത്തരത്തിൽ അന്ധകാരനഴി വഴിയോ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയോ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗങ്ങളിൽ പൂർണ്ണമായും ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഇന്നലെ കടൽ പ്രക്ഷുബ്ധമല്ലാത്തതിനാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നീരൊഴുക്ക്, നല്ല ശക്തമായ നീരൊഴുക്കുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും കടൽ പ്രക്ഷുബ്ധമായതോടെ നീരൊഴുക്ക് തടസ്സപ്പെടുകയും അവിടെ നിന്നും ഇങ്ങോട്ട് കടലിൽ നിന്നുള്ള തിരകൾ ഈ തോട്ടപ്പള്ളിയിൽ നിന്നും വെള്ളം ഒഴുകി മാറുന്നതിന്റെ അതിന്റെ ലെവലിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് തിരമാലകൾ ഉയർന്നു വരുമ്പോൾ അത്തരത്തിൽ കിഴക്ക് നിന്നുള്ള വെള്ളം പടിഞ്ഞാറേക്ക് കടലിലേക്ക് ഒഴുകി പോകുന്നതിന്റെ ശക്തി കുറയും. അത് വലിയ രീതിയിൽ പ്രതിസന്ധി 2018 അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കാര്യങ്ങളിൽ അവിടെ
ഓക്കെ സുധീഷ്.